നമ ശിവായ. അപ്പൊ അത് പുറത്ത് മാത്രം നോക്കിയാൽ അത് പൂർണ്ണമാകത്തില്ല. അതെ അതെ അതെ. അതുകൊണ്ടാണ് അകത്തും കൂടെ നോക്കുക എന്ന് പറയുന്നത് ആവശ്യമായത്. അങ്ങനെ അകത്തോട്ട് നോക്കുമ്പോൾ അകത്തിന്റെ എക്സ്റ്റൻഷനാണ് ഈ വായിൽ എല്ലാത്തിലൂടെയും പോവുക. ഇത് വിശിഷ്ട അദ്വൈത വേദാന്തം എന്ന് നമുക്ക് കാണേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറച്ച് സമാനമൊക്കെ വന്നെങ്കിൽ. അതെ അതെ. പക്ഷെ അങ്ങനെ ആവുമ്പോഴും അപ്പൊ നമ്മൾ ഈ മൈൻഡിന്റെ കാര്യം പറഞ്ഞു, മൈൻഡിന്റെ ഒരുപാട് തരത്തിലുള്ള ഫ്രാഗ്മെന്റേഷൻസ് ആണ് ഈ. അപ്പൊ നമുക്ക് ഓരോരുത്തരും കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ ഈ റൂമിൽ 5 പേരുണ്ട്, 5 പേർക്ക് 5 മനസ്സാണ്. ഇനി 5 മനസ്സിനെ തന്നെ വീണ്ടും നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം എന്റെ മനസ്സിനകത്ത് തന്നെ ഞാൻ മനസ്സെന്ന് പറയുന്ന സാധനം തന്നെ പല ഡിവിഷൻസ് ആയിട്ട് പലതായിട്ട് പോകുന്നു. ഒരേ സമയം തന്നെ എൻ്റെ വളരെ നെഗറ്റീവായിട്ടുള്ള കോൺസെപ്റ്റുകളും അതോടൊപ്പം തന്നെ പോസിറ്റീവായ കോൺസെപ്റ്റും വരുന്നു. നെഗറ്റീവിൽ തന്നെ അതിനൊരുപാട് ഡയമെൻഷൻസ് വരുന്നു, ഡിഫറൻസിയേഷൻസ് വരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എൻ്റെ മൈൻഡ് തന്നെ യഥാർത്ഥത്തിൽ ഒരേ സമയം ഏറ്റവും സൂക്ഷ്മവും എന്നാൽ അത് ഏറ്റവും സ്ഥൂലവുമായ ഒരു സംഗതിയായിട്ട് മാറുന്നു. അപ്പൊ അങ്ങയുടെ മനസ്സിൽ ഇപ്പൊ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ചങ്ങമ്പുഴ പാടിയതുപോലെ അരികിലേക്കാൾ അരികിലാണ് നീ, അകലേക്കാൾ അകലെയാണ് അത്ഭുതം എന്ന് പറയുന്നു. അപ്പൊ ആ ഒരു സങ്കല്പത്തില് എന്റെ മനസ്സിൽ തന്നെ ഈ പറയുന്ന ഇത്രയും വലിയ ശ്രദ്ധ ബിംബങ്ങൾ പോലെ നിൽക്കുന്ന ഈ മാനസിക വ്യാപാരങ്ങളുടേതായ ഒരു തലമുള്ളപ്പോൾ അങ്ങയുടെ മനസ്സിൽ, ഈ ചുറ്റാകാണുന്ന എല്ലാവരുടെ മനസ്സിലും ഈ പറയുന്നൊരു മൈൻഡ് ഉണ്ട്. അപ്പോൾ മോഡേൺ ഫിസിക്സ് ഉൾപ്പെടെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്. അപ്പോൾ യൂണിവേഴ്സൽ മൈൻഡ് കോൺഷ്യസ്നസ് നമുക്ക് വിടാം. ഈ യൂണിവേഴ്സൽ മൈൻഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ബഹുമുഖതകളുടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും ഡൈവേഴ്സിറ്റികളുടെയും ഡിസ്പാരിറ്റികളുടെയും അതിൻ്റെ ഒരു റൂട്ട് കോസ് എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ്? ഇപ്പൊ നമ്മൾ മൈൻഡ് എൻ്റെ മൈൻഡ് എന്ന് ആണല്ലോ നമ്മൾ തുടങ്ങിയത്. അങ്ങനെയൊന്നും ഇല്ല. അതില്ല എന്ന് പറയാൻ കാരണമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൈൻഡ് ഒരു ഇൻഫർമേഷൻ പ്രോഗ്രാമിംഗ് സിസ്റ്റമാണ്. ഇങ്ങനെയാണല്ലോ, ഒരു കാര്യം കണ്ടാൽ മനസ്സിലാവും. അപ്പം അതൊരു സിസ്റ്റം അവിടെ ഉണ്ട്. ആ സിസ്റ്റം ഉള്ളതാണ്. അപ്പം ഏത് ആംഗിളിൽ ഇരുന്നുകൊണ്ടാണ് ഈ സിസ്റ്റത്തിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഈ സിസ്റ്റം പുറത്തെ ലോകത്തെ കാണുന്നത്, അതിനനുസരിച്ചേ കാണാൻ പറ്റും. അല്ലേ? ഇപ്പം ബിജു എന്നെ കാണുന്നു, ഞാൻ ബിജുവിനെ കാണുന്നു. നമ്മൾ രണ്ടുപേരും ഒരു കാര്യം കാണുന്നേ ഇല്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഒരേ എക്സ്പീരിയൻസിൽ ഇരിക്കുകയാണ്. അല്ല, 2 എക്സ്പീരിയൻസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ മുറിയിലിരിക്കുന്ന 5 പേരും 5 ആംഗിളിൽ നിന്ന് ഒരു കാര്യത്തിനെ നോക്കുക. മറ്റേ ആനയുടെ കഥ. അപ്പൊ കാണുന്നതിനനുസരിച്ചാണ് ഇവിടെ ഇംപ്രഷൻ പോകുന്നത്. ആ ഇംപ്രഷനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നേരത്തെ ഉള്ള പ്രീവിയസ് ഡാറ്റ എടുത്ത് അതിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിന്റെ ബേസിസിൽ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ കാര്യത്തിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അങ്ങനെയാണ് അത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ എല്ലാവരും പല ആംഗിളിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇൻപുട്ടൊക്കെ എവിടെ നിന്ന് വന്നു? ഇത് പുറത്ത് കിടപ്പുണ്ട്. ഈ ഇൻപുട്ട്, ഈ കളേഴ്സും ഈ ലൈറ്റും ഈ പൂക്കളും പ്രകൃതിയും എല്ലാം ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ പല സ്ഥലത്തൂടെ നോക്കിയപ്പോൾ പലതായിട്ടാണ് നമ്മുടെ ഇംപ്രഷനിൽ കയറി അകത്തേക്ക് വന്നത്. പക്ഷെ ഇതിന്റെ സോഴ്സ് പുറം തന്നെയാണ്. ഇത് ഒരു കോഡിഫൈങ് ഇൻസ്ട്രുമെന്റ് ആണ് നമുക്കുള്ളത് എന്ന് പറയാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ നോക്കുന്നത്. ഇതകത്തുനിന്ന് ഉണ്ടായി വരുന്നത് ഒരു കാര്യവും ഇതിനകത്തില്ല. ഈ പുറത്ത് കാണുന്ന കാര്യങ്ങളെ കണ്ട ആംഗിളിൽ നിന്ന് അകത്തേക്ക് എടുത്തു വെക്കാം. എടുത്തേക്ക് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കുന്നു. മനസ്സിലാകുമ്പോൾ നമുക്ക് തോന്നിക്കുന്നു എൻ്റെ മനസ്സത് ചെയ്തു പോകും. പക്ഷെ മനസ്സിന്റെ കണ്ടന്റ് വന്നത് മുഴുവൻ പുറത്തുനിന്ന്. അതുകൊണ്ടാണ് മനസ്സ് യൂണിവേഴ്സലായി കിടക്കുന്നത്. എൻ്റെതായ ഒരു മനസ്സില്ല. കാരണം ഈ ഇൻസ്ട്രുമെന്റിന്റെ ഡിസൈനും ഒന്ന് തന്നെയാണ്. ഈ കണ്ടന്റ് പുറത്ത് കിടക്കുന്നത് അവിടെ ഉണ്ട്. നിൽക്കുന്ന ആംഗിളിൽ നിന്ന് ഞാൻ കണ്ടു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെ ലിമിറ്റ് ചെയ്ത് മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ട് നമുക്കൊരു അഹങ്കാരമുണ്ട്. എനിക്കതറിയാം. ലിമിറ്റ് ചെയ്ത് മനസ്സിലാക്കിയതിൻ്റെ അഹങ്കാരം. ഈ കാര്യം അങ്ങനെ മനസ്സിലാക്കാനൊരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല ഞാൻ കണ്ടത്. ലിമിറ്റ് ചെയ്ത് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഞാനൊരു കൊച്ചു മനുഷ്യനായി. ഈ കൊച്ചു മനുഷ്യനെ വലിയ ആളാക്കേണ്ട ആവശ്യം നമുക്കുണ്ടല്ലോ. ഇയാൾ വലുതാണെങ്കിൽ ഇയാളെ വലുതാക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയാണ് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ലിമിറ്റ് ചെയ്ത് കൊച്ചു മനുഷ്യനായിരിക്കുന്നതുകൊണ്ട് വലുതാകണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കെ വലുതാകാൻ പറ്റാതിരിക്കെ വന്നു ചേരുന്നതിനെയാണ് ദുഃഖം എന്ന് പറയുന്നത്.
ഇഗ്നോറൻസ്. അതാണ് ഇഗ്നോറൻസ്. അപ്പൊ അതുകൊണ്ട് നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഈ മനസ്സ് അങ്ങനെ യൂണിവേഴ്സൽ മൈൻഡേ ഉള്ളൂ. ഇവിടെ ഇൻഡിവിജ്വൽ മൈൻഡ് ഒന്നും ഇല്ല. കണ്ടന്റ് എല്ലാം പുറത്ത് കിടപ്പുണ്ട്, പുറത്തുനിന്ന് വരുന്നതാണ്. പിന്നെ ഇത് പ്രോഗ്രാം ഉണ്ടാക്കുന്ന പ്രോഗ്രാമിംഗ് സിസ്റ്റം നമുക്ക് എങ്ങനെയോ വന്ന് ചേർന്നിരിക്കുന്നതാണ്. ആ എവല്യൂഷന്റെ പാർട്ടായിട്ട് വന്ന് ചേർന്നിരിക്കുന്നു. വെസ്റ്റേൺ ഫിലോസഫിയിലൂടെ വായിച്ചിട്ടുണ്ട്. അതായത് ഞാൻ കാണുന്നത് കൊണ്ട് ഞാനുണ്ട്. അതെ, അതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സാധനമാണ്. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും അപ്പൊ ഞാൻ കാണുന്നതുകൊണ്ട് ഞാനുണ്ട്, ഞാൻ കഴിക്കുന്നത് കൊണ്ട് ഞാനുണ്ട്, എനിക്ക് ദാഹിക്കുന്നത് കൊണ്ട് ഞാനുണ്ട്. പക്ഷെ ഞാൻ ആരെന്ന് ഞാൻ അറിയുന്നില്ല. അപ്പൊ ഞാൻ എടുക്കുന്ന ഒരു ടൂളായിട്ട് ഈ മൈൻഡ് വരുമ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഇതിനകത്തുള്ള ഈ കർത്തൃകത്വം അല്ലെങ്കിൽ കാരകത്വം ആരുടേതാണ്? അതാണ് ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു ചോദ്യം. അപ്പൊ അത് ഇപ്പോഴ് ഇടയ്ക്ക് ചില സമയങ്ങളിലൊക്കെ ഇപ്പൊ ഒരു സാധനം കാണുമ്പോഴത്തേക്ക് അതിനെ ഞാൻ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ഒരു രീതിയിലല്ല ഇപ്പൊ കാണുന്നത്. അതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അത് എനിക്കൊരു ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ഇല്യൂഷൻ ആയിട്ട്, അല്ലെങ്കിൽ അതൊരു പ്രൊജക്ഷൻ മാത്രമാണ്, ഇത് റിയൽ അല്ല എന്ന് അറിഞ്ഞുകൊണ്ട് ആ റിയലിനെ കാണുന്ന ഒരു ഫീൽ. നമ്മൾ നിഴലിനെ കാണുമ്പോൾ നിഴലാണെന്ന് അറിഞ്ഞുകൊണ്ട് പക്ഷെ ആ നിഴലിനെ നോക്കി നമ്മൾ പേടിക്കുകയോ അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുകയോ ചെയ്യുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. അപ്പൊ ഇവിടെ ഈ മൈൻഡ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണെങ്കിൽ ഈ ഉള്ളിലിരിക്കുന്ന ഈ കോൺഷ്യസ്നസ്, അതിനെ നമുക്ക് വേണമെങ്കിൽ ബോധമെന്നോ അല്ലെങ്കിൽ ആത്മാവെന്നോ ഒക്കെ വിളിക്കാം. അപ്പൊ അത് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? അതും ഒന്നാണല്ലോ. അത് എങ്ങനെയാണ് ഈ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ്ജക്ടിവിറ്റി അതിനകത്ത് വരുന്നത്? അതായത് ഇപ്പൊ നമ്മൾ ഈ ആത്മാവെന്ന് പറഞ്ഞ അല്ലെങ്കിൽ ബ്രഹ്മം എന്നൊക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ഈ ബ്രഹ്മം എന്ന് പറയുന്നതിന്റെ ഒരു ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഒന്നുമില്ല അവിടെ. അതുകൊണ്ട് അത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഇങ്ങനെ പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത തലമുറയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആചാര്യന്മാർ ഒരുപാട് ഉണ്ടല്ലോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഏകം, നിത്യം, വിമലം, അചലം, സർവഥാ സാക്ഷിഭൂതം, എപ്പോഴും സാക്ഷിയായിട്ട് നിൽക്കാം, ഭാവാതീതം, ഈ പറയുന്ന ഭാവങ്ങളൊന്നും ഇല്ലാതെ, ത്രിഗുണരഹിതം, തത്വം. ഇതാണ് ഇങ്ങനൊരു വേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ ഇതാണ് ബ്രഹ്മത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇത് പറയുമ്പം ബ്രഹ്മമല്ല നമ്മൾ പറയുന്നത്, എങ്കിലും ഇങ്ങനെ ഒരു സ്ഥലമുണ്ടല്ലോ. ഇതെന്താണെന്ന് നമ്മൾ നോക്കുക. ഞാൻ സപ്പോർട്ട് എടുത്തു, നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഇതിങ്ങനെ നോക്കി, ഇത് എവിടെയാണ് ഇരിക്കുന്നത്? ഏകം. നമ്മൾ എപ്പോഴും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടിരിക്കുക. എങ്ങനെ? നമ്മുടെ സെൻസ് എന്നും, നമ്മുടെ മൈൻഡ് എന്നും, നമ്മുടെ ഇന്റലക്ട് എന്നും, നമ്മുടെ ഈഗോ എന്നും, നമ്മുടെ ചിത്തെന്നും, പിന്നെ ഇങ്ങനെ പല പല രീതിയിൽ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട്, അതായത് ഡ്യൂട്ടിക്ക് അനുസരിച്ച് ആ ഡിവിഷൻ ഉണ്ട്. പക്ഷെ അതിലേതെങ്കിലും ഒന്നിൽ പിടിച്ചിട്ട് അത് ഞാനാണെന്ന് അതിനകത്തിന് വീണ്ടും ഈ സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. എന്റെ വലത്തേക്കുണ്ട്, എന്റെ അടുത്തേക്കുണ്ട്, എന്റെ വലത്തെ ചെവി അടുത്ത ചെവി എന്നുള്ള രീതിയിൽ വീണ്ടും പോകും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇതിനെ നമ്മളായിട്ട് അത് ഫ്രാഗ്മെന്റ് ചെയ്ത് അവിടെയാണ് നിൽക്കുന്നത്. ഈ ഫ്രാഗ്മെന്റേഷനിൽ നിൽക്കുന്ന ഒരു കാര്യം അത് ഫുള്ളല്ല, കംപ്ലീറ്റ് അല്ല. അതുകൊണ്ട് അത് സത്യവുമല്ല എന്നാണല്ലോ. അപ്പൊ ഇത് കംപ്ലീറ്റ് അല്ലാതിരിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ റിലൈ ചെയ്തിരിക്കുന്നത്, അത് സത്യമാണെന്ന് വിചാരിക്കുന്നത് ഒരു ആരോപിക്കൽ മാത്രമാണ്. ഈ ആരോപിക്കൽ എന്ന് പറയുന്നത് കൺഫേം ചെയ്യാനുള്ള ബാധ്യത കൂടെ നമുക്ക് വരും പറയുമ്പോൾ. അപ്പൊ അത് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ കോൺട്രഡിക്ഷൻ അതിനകത്തുണ്ട്. അതിനുവേണ്ടി നമ്മളിങ്ങനെ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇത് കൺഫേം ചെയ്ത് എൻ്റെ അറിവ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള അറിവാണ് എന്ന് നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടി ഇതിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കൺഫർമേഷൻ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് കൺഫേം ചെയ്യണമെന്ന് നമുക്ക് തോന്നിക്കുന്നതിനെ ഇഗ്നോറൻസ് വീണ്ടും പറയാം. അപ്പം ഈ പ്രോഗ്രാം ഇങ്ങനെ ഓണായി കിടക്കാം എപ്പോഴും. ഇനി ഈ പ്രോഗ്രാം നാം നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രോഗ്രാം ഉണ്ടാക്കിയിരിക്കുന്ന ഈ നടത്തുന്ന ഇൻസ്ട്രുമെന്റ്, ഈ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നതിന്റെ ബേസ് എന്താണ് മനസ്സിലാക്കുന്ന ഒരു പ്രോഗ്രാമിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ബേസ് എന്താണ്? ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ശാസ്ത്രം പറയുന്ന അതേ ബേസാണ്. എന്താണ്? സ്പേസ് ടൈം കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പാണ്. ഇത് എക്സിസ്റ്റ് ചെയ്യാനൊരു ടൈമാണ്, ഒരു തോട്ടിന് എക്സിസ്റ്റ് ചെയ്യാനൊരു ടൈമാണ്, അത് എക്സിസ്റ്റ് ചെയ്യാനൊരു സ്പേസ് വേണം. അതിൻ്റെ ഫലമായിട്ട് അതിനൊരു കോസും അതിനൊരു ഇഫക്റ്റും ഉണ്ടാകും. ഈ സിസ്റ്റമാണ് നമ്മുടെ ഈ മൈൻഡ് സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. എന്നാൽ ബ്രഹ്മം എന്ന ഐഡിയ, ഈ പറഞ്ഞിരിക്കുന്ന ഐഡിയ, അത് ഇപ്പം പറയുമ്പോൾ ഐഡിയ ആണ്. അതെന്താണെന്ന് സ്വയം മനസ്സിലാക്കണമെങ്കിൽ ഈ കാസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്, ടൈം സ്പേസ് കോസേഷൻ എന്ന് പറയുന്ന ഈ കാര്യത്തിൻ്റെ പുറത്തിറങ്ങി വരാൻ മനുഷ്യൻ്റെ മനസ്സിന് സാധിക്കുമോ എന്ന് നോക്കാം. കാരണം ഇതിൻ്റെ ബേസാണ്. അങ്ങനെ മൈൻഡിന് പുറത്തിറങ്ങി വരാൻ പറ്റത്തില്ല.
പക്ഷേ മൈൻഡ് ഡ്രോപ്പ് ആകാൻ പറ്റും. മൈൻഡ് എപ്പോഴാണോ ഡ്രോപ്പായി പോകുന്നത് ആ സന്ദർഭത്തിൽ മൈൻഡിന് പുറത്ത് മൈൻഡില്ല. ആ പോസിബിലിറ്റിയാണ് ഇതിനകത്തുള്ളത്. ഈ പോസിബിലിറ്റിയെ എക്സ്പ്ലോർ ചെയ്യാം. ഈ മൈൻഡ് വെച്ച് എക്സ്പ്ലോർ ചെയ്യാം, വേറെ ഒന്നും കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പറ്റാത്ത കാര്യത്തിന് പറ്റാത്ത ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് അത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് വഴിയൊക്കെ തെറ്റിയൊക്കെ നമ്മൾ പോയെന്നിരിക്കാം. പക്ഷെ അവസാനം മനസ്സിലാകുന്നത് എന്താണ്, ഇത് ഡ്രോപ്പ് ചെയ്തേ പറ്റൂ. അങ്ങനെ ഒരു കൺഫർമേഷൻ വരിക. അപ്പൊ എല്ലാ സന്ദർഭങ്ങളിലും ഇത് ഇങ്ങനെ സർഫസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ കാണുകയാണ് ഇയാൾ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ എന്താണ്, ഇയാൾ ഒബ്സർവേഷനിലോട്ട് നിർത്തുക. ഇയാൾ ഒബ്സർവേഷനിലോട്ട് നിന്നാൽ ഭയങ്കര ഫങ്ക് ചെയ്ത് നിർത്തി കളയും പരിപാടി. അയാൾ നോക്കിയാൽ മിണ്ടാതെ പൂച്ചയെ പോലെ ഉറങ്ങുന്നതാണ്. കുറച്ചു നേരം നോക്കിയിട്ട് അങ്ങ് ഉറങ്ങിക്കളയും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒബ്സർവേഷൻ പ്രധാനപ്പെട്ട ഒരു ടൂളായിട്ട് ഈ ആചാര്യന്മാർ പ്രപ്പോസ് ചെയ്തത്. അപ്പൊ നമ്മൾ മൈൻഡിനെ ഇങ്ങോട്ട് നോക്കുമ്പോൾ അതിൻ്റെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. ആ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ഒരെണ്ണം ഓണായിരിക്കും. ആ ഓണായിരിക്കുന്ന ആക്ടിവിറ്റിയെ വളരെ നിശ്ചലമായി നിന്ന് ഈ മൈൻഡ് തന്നെ കാണുക. ഇങ്ങനെ മൈൻഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയെ കാണുമ്പോൾ ഈ ഇരിക്കുന്ന മൈൻഡ് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുക. ഒന്ന് ഒബ്സർവർ മൈൻഡായിട്ട് മാറുക, ആക്ടർ മൈൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഒന്ന് അയാളുടെ അടുത്ത് ആവശ്യപ്പെടുന്നു, കാണാൻ പറയുമ്പോൾ ഇയാൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒരു കാര്യം ഫുള്ളായിട്ടിരിക്കുന്നതിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ വീക്കാവും. അപ്പോൾ ഒബ്സർവർ മൈൻഡ് ആക്ടർ മൈൻഡിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുന്നു. അപ്പോൾ ആൾറെഡി മൈൻഡിൻ്റെ പവർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്ന് കുറച്ച് വീക്കായി നിൽക്കുകയാണ്. അത് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഒബ്സർവേഷനിലേക്ക് വയ്ക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന ആക്ടർ മൈൻഡിന് അത് സ്വാഭാവികമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ വരും. ആ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൈൻഡിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ആണല്ലോ, കുറെ പ്രവർത്തനങ്ങൾ അത് ചെയ്യുന്നു. ആ സിസ്റ്റത്തിനാണ് മൈൻഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് കോഡിഫൈ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റും ബ്രെയിനുമാണ്. അപ്പോൾ ആ മൈൻഡിന്റെ ഈ ഡിഫറെന്റ് ആക്ടിവിറ്റീസിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. മൈൻഡ് തന്നെ മൈൻഡിനെ കാണാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വീക്കനിങ് ഓഫ് മൈൻഡിന്റെ ചില ഫങ്ഷൻ ഉണ്ടാകും. അത് ഉണ്ടാകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ ഇങ്ങനെ ഒരു പാറ്റേണിൽ വർക്ക് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഈ പാറ്റേൺ നമ്മളുടെ ഡോമിനേറ്റ് ചെയ്യും. ചിന്തിക്കണ്ടല്ലോ, ആ പാറ്റേണിൽ അങ്ങ് പോയാൽ മതി. അങ്ങനെ പല പ്രാവശ്യം ഒരേ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അത് ജീവിതത്തിൻ്റെ ആകത്തുകയിൽ വന്ന ഒരു ഷിഫ്റ്റായിട്ട് മാറിക്കിടക്കും. അത് നമ്മുടെ ഒരു പ്രത്യേക പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു സംസ്കാരമായി മാറും. അങ്ങനെ ഉണ്ടായ സംസ്കാരത്തിൻ്റെ ആകത്തുകയിൽ നിന്നിട്ടാണ് ഓരോ മനുഷ്യരും പ്രവർത്തിക്കുന്നത്. വാസന പിന്നെ സംസ്കാരം. ഹാബിറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് വാസന പിന്നെ സംസ്കാരമായി മാറും. സംസ്കാരമാകുമ്പോൾ ഇത് വളരെ ഡീപ്പ് റൂട്ടഡാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും ഡീപ്പ് റൂട്ടഡായി നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനത്തിന് നമുക്ക് മാറ്റം പ്രയാസമാണ്. അതിന് നമുക്ക് അത്രയും ഡീപ്പായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ്റെ ആവശ്യമുണ്ട്. എന്താ നടക്കുന്നത് എന്ന് അത്ര ഡീപ്പായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ വാസന അത് സർഫസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നേരത്തെ ഒരു പാറ്റേൺ അത് ഒരു സ്ഥലം വരുമ്പോൾ അതങ്ങോട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണും, നമ്മൾ റിയലൈസ് ചെയ്യും. റിയലൈസ് ചെയ്യുമ്പോൾ പിന്നെ ഇതിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. എന്നാലും അതിനൊരു ഫോഴ്സ് ഉള്ളതുകൊണ്ട് അത് വീണ്ടും വരും. അങ്ങനെ എപ്പോഴും നമ്മൾ ഒബ്സർവറായി നിൽക്കുമ്പോഴത്തേക്കുമാണ് ഈ വാസന ബലക്ഷയം സംഭവിക്കും. വാസനാ ബലക്ഷയം മോക്ഷം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ആ വീക്കനിങ് വാസന ഈസ് മോക്ഷം. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തും. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ ഈ കണ്ടുകൊണ്ടിരുന്ന ലോകത്തിനെ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഈ ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കിയ ഒരു കോംപ്ലക്സ് സിസ്റ്റം അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ ഒക്കാത്തൊരു കണ്ടീഷൻ വരും. അങ്ങനെ വരും. അങ്ങനെ ആ കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് ഇതിന് ഇറങ്ങാൻ പറ്റത്തില്ല. നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ഒബ്സർവ് ചെയ്ത് പോകും. അങ്ങനെ ഈ മൈൻഡ് അങ്ങ് സെറ്റിലാവും. മൈൻഡ് അങ്ങ് സെറ്റിലാന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രവർത്തനവും ഇപ്പം നടക്കുന്നില്ല. ലോകമുണ്ട്, ഈ പ്രൊജക്ഷൻ നടക്കുന്നില്ല. ലോകമുണ്ടായിരിക്കെ പ്രൊജക്റ്റ് ചെയ്ത് ഇത് മറ്റൊന്നാക്കി മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇല്യൂഷന് പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട്, ക്ലാരിറ്റി വരും. ആ തോട്ട് വരുന്നത് നമ്മളെ എന്തോ മനസ്സിലാക്കിപ്പിക്കാനാണ്. തോട്ട് വരുന്നത് മെമ്മറിയുടെ കണ്ടന്റിൽ നിന്നാണ്. നേരത്തെ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ട് മെമ്മറിയിൽ അതിനെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് പിൽക്കാലത്ത് വരുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി ഈ മെമ്മറിയെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക.
അപ്പോൾ ഈ കാര്യം കണ്ട ഉടനെ തന്നെ മനസ്സിലാകുന്ന ഒരു കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഈ മെമ്മറിയുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ മെമ്മറി ഡീഫക്റ്റ് ആവുന്നില്ല, അവിടെ ഉണ്ട്, അതിൻ്റെ മുകളിലുള്ള ബോണ്ട് പോകും, മെമ്മറിയൊക്കെ പോകും. ഈ മെമ്മറിയിലാണ് നമ്മുടെ വാസനയെല്ലാം ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ വാസനയും പോകും. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് കാണാൻ തുടങ്ങും. നേരത്തെ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല, ഒരു കാര്യം കാണുമ്പോൾ അത് കാണണം, അപ്പോഴാണ് നമ്മുടെ പ്യുവർ പെർസെപ്ഷൻ സംഭവിക്കുന്നത്. ഇത് കുറച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്താലേ വരത്തുള്ളൂ. അതല്ലെങ്കിൽ നമ്മളിത് കാണേണ്ട ഉടനെ പോവാണെന്ന്, ഒരു പൂവിനെ കണ്ടാൽ പോവാണെന്ന് പറയും, പിന്നെ അതിൽ ഫർദറായിട്ട് കോംപ്രിഹെൻഡ് ചെയ്യാവുന്നില്ലല്ലോ. എന്നാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് അത് നോക്കി 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 ഇരിക്കുമ്പോൾ മനസ്സിൽ അതുവരെ ഉള്ള എല്ലാ ആക്ടിവിറ്റീസും സ്റ്റോപ്പ് ആവുകയും ഈ പൂ മാത്രമായി മാറുകയും ചെയ്യും. വേറെ കണ്ടന്റ് ഒന്നും ആക്റ്റീവ് അല്ലാതെ പൂ മാത്രമായി നിൽക്കുമ്പോൾ ഇയാൾ പൂവായി മാറുന്നതിന് തുല്യമാണ്. ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളിൽ സംഭവിക്കുന്നതിന്റെ മറ്റൊരു ഇതായിട്ട് ആണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത് കാണുമ്പോൾ ആനന്ദം വരുന്നത്. നമ്മുടെ സയൻസിൽ പറഞ്ഞ മെച്ചൂർ മൈൻഡ് അല്ല, ഇമ്മച്ചൂർ മൈൻഡ് ആണ്. അത് ശരിയാണ്. ഇമ്മച്ചൂർ മൈൻഡിന് ആനന്ദം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാതിരിക്കട്ടെ, അങ്ങനെ ആനന്ദമുണ്ട്. അതെ. അപ്പൊ ആ ആനന്ദമാണ് നമ്മൾ ഈ ബ്ലിസ് എന്ന് പറയുന്നത്, അല്ലെ എന്ന് പറയുന്നത്, ഈ സ്പിരിച്വൽ ബ്ലിസ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന ആനന്ദത്തിനല്ലേ എല്ലാം ചെയ്യുന്നത്. അത് ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യുന്നതെല്ലാം വെറുതെ ചെയ്തു എന്നല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഈ മൈൻഡിനെ നമ്മൾ പൊങ്ങി വരുന്ന ചിന്തകൾ മെമ്മറിയിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ മെമ്മറി അതിനെ ട്രിഗർ ചെയ്യുന്നതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. അത് വാസനാണ്. അതിനെയാണ് നമ്മൾ കുറെ കൂടെ റിഫൈൻഡ് ആക്കി കുറെ കൂടെ ഡീപ്പാക്കി അപ്പൊ ഇതിനകത്ത് സംസ്കാരമാക്കി മാറ്റും വാസന. ആ സംസ്കാരത്തിന്റെ ആകത്തുകയിൽ മോളിൽ കയറി ഇരിക്കുന്ന ഒരു പൂനയുടെ മോളിൽ ഇരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാളിനെ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അപ്പോഴാണ് ഈ റീ എക്സാമിനേഷൻ ആവശ്യമായി വരുന്നത്. ഞാനിത് ഇങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്, ഇതുവരെ ഞാൻ കാര്യം കണ്ടില്ല എന്ന് തോന്നുന്ന സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങോട്ട് നോക്കാമല്ലോ. അങ്ങനെ നോക്കി വരുമ്പോൾ നമ്മൾ മനസ്സിലാകുന്ന വെച്ചാൽ ഇതെല്ലാം ഓരോ ഡിഫറെന്റ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ചെറിയ തടാകത്തിൽ നമ്മുടെ കല്ലെടുത്തിടുമ്പോൾ അതിങ്ങനെ റിപ്പിൾസ് ഉണ്ടാക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ വളരെ അപ്പാരന്റലി വളരെ വീക്കായിട്ടുള്ള ഓളങ്ങളായിരിക്കും. പക്ഷെ ഇത് ഓരോന്നും ആ കരയിൽ പോയി അല്ലെങ്കിൽ അതിന്റെ ഷോറിൽ പോയി അടിച്ചിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള ആഘാതങ്ങൾ എന്നാണ് എന്നെ പറയുന്നത്. അത് ഉണ്ടാകും. ചിലപ്പോൾ വളരെ നേരത്തെ ഒരു ചെറിയ മൺതരി പൊഴിഞ്ഞ് താഴേക്ക് വീഴാം, അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു പ്ലാങ്ടനെ പോലുള്ളൊരു സാധനം കൊഴിഞ്ഞ് താഴെ, അതിനെ സംബന്ധിച്ചൊരു വലിയ ആഘാതമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചത് വളരെ ചെറുതാണ്. അപ്പൊ മനസ്സെന്ന് പറയുന്ന ആ ഒരു തടാകത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും ഇതുപോലെയുള്ള ഓളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടതെന്ന് വെച്ചാൽ ഒരു ശാന്തമായ തടാകത്തിൽ നമ്മൾ മുഖം നോക്കുമ്പോൾ നമുക്ക് മുഖം കാണാൻ പറ്റും, നാർസിസിനെ പോലെ നന്നായിട്ട് മുഖം കാണാൻ പറ്റും. പക്ഷെ അതിലുണ്ടെന്ന് ഓളങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലെയർ ഔട്ടായി പോകുന്നു. ഇനി ആ മണ്ണും ചെളിയെ കൂടെ കുത്തി നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വർഷങ്ങളോളം ഇരുന്നാൽ മാത്രമേ ആ വെള്ളം തെളിഞ്ഞിട്ട് നമുക്ക് ഈ മുഖം കാണാൻ പറ്റുള്ളൂ എന്നും പറയുന്നു. അപ്പൊ നമുക്ക് ഇതിനെ ചേർത്ത് വായിക്കാൻ പറ്റുമല്ലോ ഈ പറഞ്ഞൊരു എക്സാമ്പിളിലൂടെ. അപ്പൊ ഇതിപ്പോ അതുകൊണ്ടല്ലേ ചില യോഗ സമ്പ്രദായങ്ങളിൽ ഈ മുഖം തെളിഞ്ഞ് കണ്ട ഈ മുഖം ഇതിനടിയിൽ കിടക്കുന്ന ചേറിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. ഇപ്പൊ കുളം കലക്കിയിട്ട് അവിടെയുള്ള സാധനത്തിനെ പിടിക്കുന്ന പരിപാടിയാണ് ചില യോഗശാസ്ത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട യോഗശാസ്ത്രം കുണ്ടലിനി യോഗ. അത് ഈ പാണ്ട്, അപ്പൊ ദാറ്റ് വിച്ച് ഇസ് ഹിഡൻ ഇൻ എ പാണ്ട് എന്നാണ് കുണ്ടലിനിയുടെ അർത്ഥം. ഒരു കുളത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഗുഹയ്ക്കകത്ത് ഒളിഞ്ഞിരിക്കുന്ന ശക്തി ചൈതന്യമാണ് ഈ കുണ്ടലിനി. അപ്പൊ അതുകൊണ്ടാണ് ഇത് അതിനകത്ത് കാണും വേറെയും കൂടെ, നമ്മൾ കണ്ടത് മാത്രമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിനെ പരീക്ഷിച്ച് നോക്കി പ്രാക്ടീസ് ചെയ്ത് അതിനെ ഇളക്കി മനസ്സിലാക്കണം. ശരിക്കും പാലാഴി മദനം തന്നെ അതുപോലെ പലതും ഇങ്ങനെ ഇറങ്ങി വരാം, കടകൂടവും അമൃതം വരാം എന്നുള്ള ഒരു രീതി. ഓക്കെ.